പടയൊരുക്കം ഇത് പടയൊരുക്കം അലകടലിളകുന്ന ജനയൊരുക്കം ആരൊക്കെ വാഴും ആരൊക്കെ വീഴും നമ്മുടെ നാടിനെ ആരു കാക്കും നാടിന്റെ നന്മയ്ക്ക് കവലാലാകുവാൻ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ ആത്മാർത്ഥതയ്ക്കൊരു വോട്ടു നൽകാം ആരൊക്കെ വാഴും ആരൊക്കെ വീഴും നമ്മുടെ നാടിനെ ആരു കാക്കും പടയൊരുക്കം ഡിസംബർ 11 നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോടഞ്ചേരി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ സത്യപ്രതിജ്ഞ ചെയ്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാവിലെ 11 മണി മുതൽ ആരംഭിച്ച നാമനിർദ്ദേശ പത്രിക സമർപ്പണം 3 മണിക്ക് അവസാനിച്ചു. ഈ ദിവസം 105 നോമിനേഷനുകളാണ് വന്നിട്ടുള്ളത്. വാർഡടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന നിഷ റിജി, മിനി, ബിന്ദു ജോർജ്, റൂബി തമ്പി, ജോർജ് കുട്ടി വിളക്കുന്നതിൽ 21 വാർഡ് സ്ഥാനാർത്ഥി റിയാന സുബേർ, 14 വാർഡ് സ്ഥാനാർത്ഥി മിനി സണ്ണി, പഞ്ചായത്ത് പ്രസിഡന്റും സ്ഥാനാർത്ഥിയും കൂടിയായ അലക്സ് തോമസ് ചെമ്പകശ്ശേരി തുടങ്ങിയവർ മാധ്യമങ്ങളോട് സംസാരിച്ചു. എൻ്റെ പേര് റൂബി തമ്പി. ഞാൻ 13 വാർഡ് മൈക്കാവ് നിന്ന് മത്സരത്തിന് നിൽക്കുകയാണ്. 2015 തൊട്ട് തുടങ്ങി വെച്ച ഓരോ വികസന പ്രവർത്തനത്തിനും തുടർന്നും വന്ന മെമ്പറോടൊപ്പം ഉണ്ടായിരുന്നു. ഇനിയും അത് വീണ്ടും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വിചാരിക്കുന്നു. ജനങ്ങളെല്ലാവരും എന്നോടൊപ്പം ഒറ്റക്കെട്ടായിട്ട് കഴിഞ്ഞ ടേണിൽ എന്നെ സഹായിച്ചതുപോലെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാവും. 5 വർഷക്കാലം നല്ല പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും നിങ്ങളോടൊപ്പം ചെയ്യാൻ ഞാൻ സന്നദ്ധയായിരിക്കും. ഞാൻ മത്സരിക്കുന്നത് CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ്. എൻ്റെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം. ഈ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് തന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ കോടഞ്ചേരി പഞ്ചായത്തിലെ 3-ാം വാർഡിൽ UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വേണ്ടി നോമിനേഷൻ കൊടുത്ത് ഇറങ്ങിയതാണ്. നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വാർഡിലെ ജനങ്ങളുമായി സംവദിക്കാനുള്ള അവസരമുണ്ടായി. എല്ലാവരും തന്നെ മനസ്സ് ചേർത്തു പിടിക്കുന്ന, ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും 3-ാം വാർഡിൽ UDF-ന് വലിയ വിജയമുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ ഞങ്ങൾ ഇറങ്ങി ചെല്ലുകയാണ്. കോടഞ്ചേരി പഞ്ചായത്തിലെ ചെമ്പുകടവ് ഞങ്ങളുടെ മുൻ മെമ്പർ വനജ വിജയൻ ഉൾപ്പെടെയുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും അവിടുത്തെ ജനാധിപത്യ വിശ്വാസികളും ഒറ്റക്കെട്ടായാണ് ഞങ്ങളെ വരവേൽക്കുന്നത്. തീർച്ചയായും ഒരു വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ജനങ്ങളെല്ലാം വലിയ സപ്പോർട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. വിജയിച്ചു വന്നാൽ തീർച്ചയായും ചെമ്പുകടവിൻ്റെ മുഖച്ഛായ മാറ്റുന്ന വിപ്ലവകരമായ വികസന മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയും. കഴിഞ്ഞ 10-25 വർഷമായി പൊതുരംഗത്ത് നിറസാന്നിധ്യമായി നിൽക്കുന്ന മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലക്കൊക്കെ ആ അനുഭവങ്ങളും പരിചയ സമ്പത്തുമൊക്കെ ചെമ്പുകടവിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സജീവമാക്കാൻ, ആഴത്തിലിറങ്ങി പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡന്റ് മനോജും മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ വനജ വിജയനുമാണ് എന്നോടൊപ്പം ഉള്ളത്. ഞാൻ UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. സ്ക്രൂട്ടിനിയും കഴിഞ്ഞതിന് ശേഷമാണ് ചിഹ്നം ലഭ്യമാവുക. അതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് പിന്നിൽ എല്ലാവരും അടിയുറച്ചു നിൽക്കണമെന്ന് വിനീതമായി ചെമ്പുകടവിലെ ഓരോരുത്തരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ പേര് റിയാന സുബേർ. ഞാൻ 21-ാം വാർഡ് കളപ്പുറം വാർഡിലാണ് മത്സരിക്കുന്നത്. ഞാൻ കോണി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. UDF-ന്റെ സ്ഥാനാർത്ഥിയാണ്. ഈ കഴിഞ്ഞ വർഷത്തിൽ ഞാൻ നൂറാന്തോടിലെ മെമ്പറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വർഷം വേഞ്ചേരി പ്രദേശത്തു നിന്നും ജയിച്ചു വന്നാൽ ആ വാർഡിലുള്ള ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് തന്നെ അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ മുൻപിൽ ഉണ്ടാകുമെന്ന് മാത്രം ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവർക്കും എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ട് വാർഡിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നു. എല്ലാവരും കോണി അടയാളത്തിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. നന്ദി. എൻ്റെ പേര് മിനി സണ്ണി. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡ് കരിമ്പാലകുന്ന് വാർഡിലെ UDF സ്ഥാനാർത്ഥിയായിട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക കൊടുത്ത് ഇറങ്ങിയതേ ഉള്ളൂ. 2010-15 കാലയളവിൽ ഞാനിവിടെ 14-ാം വാർഡിൻ്റെ മെമ്പറായിരുന്നു. അന്നും കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിച്ച് വിജയിപ്പിച്ചത്. ഇപ്രാവശ്യം വനിതാ വാർഡ് ആയതിൻ്റെ വെളിച്ചത്തിൽ വാർഡിൽ നിന്നും കമ്മിറ്റി എന്നെ തന്നെ വീണ്ടും തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് നമ്മുടെ ഈ
5 വർഷക്കാലത്തേക്ക് വിജയിച്ചു വരികയാണെങ്കിൽ 5 വർഷക്കാലത്ത് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന പരമാവധി ആനുകൂല്യങ്ങൾ സ്വന്തം വാർഡിലേക്ക് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിലും വലിയൊരു പ്രശ്നമാണ്, ഞങ്ങളുടെ വാർഡിന്റെ സമീപത്താണ് കോഴി അറവ് മാലിന്യ പ്ലാന്റ് ഫ്രഷ് കട്ട് എന്ന ഒരു കമ്പനി സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാസം വലിയൊരു സമരം നടക്കുകയും അതിന്റെ ഭാഗമായിട്ട് കുറേ ആളുകൾ കേസിലെ പ്രതികളാവുകയും കുറേ ആളുകൾ ഞങ്ങളുടെ നാട്ടിൽ ഇല്ലാത്തൊരു അവസ്ഥയാണ്. വളരെ ദുർഗന്ധത്താൽ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വാർഡ്. കൊച്ചുകുട്ടികൾക്ക് വരെ അവിടെ അലർജിയും ശ്വാസമുട്ടും 4-5 വർഷമായിട്ട് ഇൻഹെയിലറും സ്പ്രേയും അടിച്ചുകൊണ്ടാണ് 5ലും 6ലും പഠിക്കുന്ന കുട്ടികളൊക്കെ അവിടെ രാത്രി കിടന്നുറങ്ങുന്നത് തന്നെ. വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. എന്തായാലും ഞാനൊരു മെമ്പറായിട്ട് ജയിച്ചു വരികയാണെങ്കിൽ അത് പൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ വാർഡിൽ നിന്ന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാവരോടും ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതായിരിക്കും. അത് പൂട്ടിയേ ഞങ്ങൾക്ക് പറ്റുകയുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്വസിക്കുവാനുള്ള വായു അത് ജനിച്ചു വീഴുന്ന ഏതൊരു മനുഷ്യൻ്റെയും അവകാശമാണ്. പ്രകൃതിയിൽ അരുളിയിരിക്കുന്ന ആണ് ജീവവായു, എല്ലാവരുടെയും അവകാശമാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് ലഭിച്ചേ പറ്റൂ. അതിനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഞാൻ ബാധ്യസ്ഥയാണ്, പ്രവർത്തിക്കുന്നതുമായിരിക്കും. പ്രിയമുള്ളവരെ, ആസന്നമായ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഈ വരുന്ന ഡിസംബർ 11 നടക്കുകയാണ്. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന തുടർച്ച ഉറപ്പുവരുത്തുവാനും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ, കാർഷിക മേഖലയിൽ, ടൂറിസം മേഖലയിൽ, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, ഭിന്നശേഷിക്കാർക്ക് തുടങ്ങി സമസ്ത മേഖലകളിലും അടിസ്ഥാന സൗകര്യ വികസനം അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് UDFന് കൃത്യമായ ദിശാബോധമുണ്ട്, കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടുകൾ പൂർത്തീകരിച്ചുകൊണ്ട് സാധാരണക്കാരൻ്റെ ദൈനംദിന വരുമാനം വർദ്ധിപ്പിക്കുവാനും അവന് സ്വസ്ഥമായി കഴിയുവാനും വാർദ്ധക്യ സഹജമായ രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് താങ്ങായി തണലായി പകൽ വീട് അടക്കമുള്ള സംവിധാനങ്ങളെ കൂടുതൽ ശാസ്ത്രീകരിക്കുവാനുമുള്ള ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് UDF വോട്ട് ചോദിക്കുന്നത്. ഇന്നലകളിലെ വികസനങ്ങളിൽ ഈ ജനങ്ങൾക്ക് ലഭിച്ച വിവിധങ്ങളായ സൗകര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് വോട്ടായി മാറുമെന്ന ശുഭപ്രതീക്ഷയിലാണ് UDFൻ്റെ മുഴുവൻ സാരഥികളും ഉള്ളത്. 21 വാർഡുകളിലും ഏറ്റവും മികവാർന്ന സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുവാനും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജനങ്ങളുടെ മുന്നിലേക്ക് വോട്ട് ചോദിക്കുവാനുള്ളൊരു സാഹചര്യം മുന്നിൽ വന്നിട്ടുണ്ട്. തീർച്ചയായും കോടഞ്ചേരിയുടെ സുന്ദരമായ ഭാവിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, സമത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മുഴുവൻ ജനങ്ങളും UDFൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇന്നേ ദിവസം UDFൻ്റെ മുഴുവൻ സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കുകയാണ്. ഏവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു.